ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അയക്കൂറക്കറിയാണ്. കുരുമുളക് വെച്ചിട്ടുള്ള ഒരു അയക്കൂറ കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ടേസ്റ്റി ആയ ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മളെ കുരുമുളക്. ഇനി നമുക്ക് ഇതിനൊക്കെ വേണ്ട കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്: ഒരു വലിയ തക്കാളി, അരക്കഷ്ണം ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, കുരുമുളക്, പച്ചക്കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അയക്കൂറ മീനാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രഷ് ആയി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്, ചെറിയ ഫ്ലെയിമാണ്. അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 സ്പൂണോളമുള്ള മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി മതി. ഇനി നമുക്കിതൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം, ചെറിയ ഫ്ലെയിമിലിടണം. ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ചെറിയൊന്ന് കളർ ചേഞ്ച്, ചെറിയൊരു രീതിയിലൊരു കളർ ചേഞ്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ചെറിയ ഫ്ലെയിമിലാണ് ഇടേണ്ടത്, ഫുൾ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, പിന്നെ കരിഞ്ഞ് പോവും. അതുകൊണ്ടാണ്. നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അതിലേക്ക് ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരക്കഷ്ണം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയാണ്, 3-4 ഇല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയാണ്, ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും പിന്നെ നമുക്ക് പുളിയാണ്, കുറച്ച് പുളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് വാടുന്നവരെ ഒന്ന് അടച്ചു വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. നേരത്തെ നമുക്ക് തയ്യാറാക്കി വെച്ച മല്ലിയും മഞ്ഞൾപ്പൊടിയും വറുത്തത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചക്കുരുമുളക് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. തക്കാളി ഇതൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ചും കൂടി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് ഒരു പതവതക്കുന്നവരെ അടച്ചു വെക്കേണ്ടതുണ്ട്. ഇതാ നമ്മൾ നല്ലപോലെ പതച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കുന്നുണ്ട്. മീനിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അടച്ചു വെക്കാം. ജസ്റ്റ് ഒന്ന് പിന്നെ ഒരു 6 മിനിറ്റ് ആയതിനു ശേഷം നമുക്കൊന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ആദ്യം അടച്ചു വെക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ കറിയാണിത്. അതിലേക്ക് നമുക്ക് കുറച്ചൊരു കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മളെ കുരുമുളക് ഇട്ടിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.